തൻ്റെ ദാമ്പത്യ ജീവിതം തകരുന്ന ഒരു വക്കിലെത്തിയിട്ടും നവ്യയുടെ എല്ലാമായിരുന്നു നവ്യയുടെ പ്രിയപ്പെട്ട സന്തോഷിൻ്റെ അമ്മ. നമുക്ക് ചിലരുമായിട്ടുള്ള ബന്ധം വേർപെടുത്താനോ അല്ലെങ്കിൽ മാറ്റി നിർത്താനോ സാധിക്കാത്തത് അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകളാലായിരിക്കാം എന്ന് നമുക്ക് തോന്നാം. സാധാരണ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് അതും ഇത്രയുമധികം പ്രശസ്തിയിലെത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടി വീട്ടിൽ ഒതുങ്ങിക്കൂടുമ്പോൾ എല്ലാവരും സ്വാഭാവികമായി അമ്മായിയമ്മമാരെ തെറ്റിദ്ധരിക്കും. എന്നാൽ അങ്ങനൊരു അമ്മായിയമ്മയല്ല ശരിക്കും പറഞ്ഞാൽ നവ്യയ്ക്ക് ലഭിച്ചിരുന്നത്. നവ്യയ്ക്ക് അത്രമാത്രം നവ്യയെ സ്നേഹിച്ചിരുന്ന, നവ്യയുടെ നൃത്തത്തെ ആസ്വദിച്ചിരുന്ന ഒരു അമ്മായിയമ്മയായിരുന്നു ലഭിച്ചിരുന്നത്. പക്ഷേ ഇവിടെയുള്ള പാളിച്ചകൾ കാരണം ദാമ്പത്യ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നൊരു സാഹചര്യം വന്നപ്പോഴും ആ അമ്മയുടെ സ്നേഹം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നൊരു മകളാണ് നവ്യ നായർ. തൻ്റെ ഇഷ്ടങ്ങളൊക്കെ വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും ആ അമ്മയുടെ സ്നേഹം മാത്രമുള്ളത് കൊണ്ട് ജീവിച്ചു പോയ ഒരു പെൺകുട്ടിയാണ് നവ്യ. ഇന്ന് ആ അമ്മയുടെ മരണം വളരെയധികം തളർത്തിയിരിക്കുന്നതും നവ്യയെ തന്നെയാണ് എന്ന് പറയാം. എല്ലാവർക്കും അങ്ങനെ ഒരു ഭർത്തൃമാതാവിനെ ലഭിക്കട്ടെ എന്ന് പോലും പ്രാർത്ഥിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നവ്യയുടെ കുറിപ്പ് വായിക്കുമ്പോൾ തോന്നുന്നത്. നിന്റെ വെളിച്ചം ഒരിക്കലും കെടാതിരിക്കട്ടെ, അങ്ങനെ ഒരിക്കലും നിന്റെ വെളിച്ചം കെടില്ല മോളെ എന്ന് ഒരമ്മ പറയും പോലെ അല്ല, മറിച്ച് ഒരമ്മായിയമ്മ പറയുന്നത്. അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനൊരുപാട് സ്നേഹത്തിൻ്റെ യഥാർത്ഥ വശങ്ങളുണ്ട്. നമ്മുടെ പെറ്റമ്മയാണെങ്കിൽ നമ്മൾ നന്നായി വരണമെന്നും അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും മുൻപന്തിയിലെത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷെ നമ്മൾ ചെന്നു കയറുന്ന വീട്ടിലുള്ളവരും അങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കൂ. ഭൂരിഭാഗം പേരും ശരിക്കും പറഞ്ഞാൽ ഒരു 80-85% നമ്മൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ അമ്മായിയമ്മ പോരിലും അതുപോലെ നാത്തൂൻ പോരിലുമൊക്കെ ഉണ്ടാവാറുള്ളതാണ്. എന്നാൽ നവ്യയ്ക്ക് അങ്ങനെയല്ല. നവ്യ ജീവിച്ചതും ബോംബെയിൽ തൻ്റെ ജീവിതം മകനോടൊപ്പം ജീവിച്ചതെല്ലാം തന്നെ തൻ്റെ ബേബി അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. അവസാനം ഇപ്പോഴിതാ ബേബി അമ്മയുടെ ചേതനയേറ്റ ശരീരം ലഭിക്കുമ്പോൾ തന്നെ, കാണുമ്പോൾ തന്നെ വിങ്ങിപ്പൊട്ടുന്ന നവ്യ നായരെ കണ്ട് ഇരിക്കാൻ പോലും ആർക്കും ആകുന്നില്ല. എല്ലാവരും വേദനയോടെയാണ് നവ്യയുടെ വാക്കുകൾ കേൾക്കുന്നതും കാണുന്നതും. എല്ലാവർക്കും സങ്കടം തന്നെയാണ് ഇപ്പോൾ ഒറ്റ വാക്കിൽ പറയാനുള്ളത്. പ്രേക്ഷകരെല്ലാവരും ആ ഒരു വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്തയെക്കുറിച്ച് മാറ്റുന്നതും ചിന്തിക്കുന്നതുമൊക്കെ ഉണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വാർത്തയായി തന്നെ ഇപ്പോൾ നവ്യയുടെ ഈ ഒരു അമ്മക്കഥയെക്കുറിച്ച് പറയുന്നു. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു അമ്മായിയമ്മയുടെ മരണത്തിൽ ഇത്രമാത്രം വേദനിച്ച ഒരാളുടെ പോസ്റ്റ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു അമ്മ എന്ന് പോലും തോന്നുന്നു. വന്നു കയറുന്ന മക്കളെ സ്വന്തം മക്കളായി കാണണമെന്ന് എല്ലാവരും പറയും, അങ്ങനെയാണ് കാണുന്നതെന്നും പറയും. പക്ഷെ അവരുടെ ഓരോ ദിവസത്തെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ നമ്മളെ മറ്റൊരാളായി കാണുന്നു എന്നത്. അത് ഓരോ ദിവസം കഴിയും തോറും അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ നവ്യയ്ക്ക് അങ്ങനെ അല്ലായിരുന്നു എന്നത് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. നവ്യയ്ക്ക് ആ ഭാഗ്യം ആസ്വദിക്കാൻ സാധിച്ചല്ലോ, ആ ഭാഗ്യം അറിഞ്ഞല്ലോ, അത് തന്നെ പുണ്യമാണ്. പലർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് നവ്യയ്ക്ക് കിട്ടിയതെന്ന് വീണ്ടും വീണ്ടും ഉറച്ചു പറയുകയാണ് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.